ഹായ്, +2 സൈക്കോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ എല്ലാ നിങ്ങളുടെ സൈക്കോളജിയിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ബിക്കോസ് നിങ്ങളുടെ എക്സാം ഇപ്പോൾ അടുത്തെത്താറായി, 17-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം. അപ്പോൾ ഞാൻ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഞാൻ ക്ലബ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡർ. അതിൽ ICD 10 ഉണ്ട്, DSM 5 ഉണ്ട്. ഇതിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രൈമറി ഗ്രൂപ്പ് എന്താണ്, സെക്കൻഡറി ഗ്രൂപ്പ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് IQ, ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻറ്റ്, ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് പ്രജുഡൈസ്. എന്താണ് ഒരു പ്രജുഡൈസ് എന്ന് പറയുന്നത് 2 മാർക്ക് സെഷനിൽ യൂഷ്വലി ചോദിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഒബ്സഷൻ ആൻഡ് കമ്പൾഷൻ. ഒബ്സഷനും കമ്പൾഷനും എന്താണെന്ന് OCDയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ഒബ്സഷനും കമ്പൾഷനും എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ 2 മാർക്ക് സെഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കൾച്ചർ ഫെയറും കൾച്ചർ ബയസ്ഡ് ടെസ്റ്റ്, ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2 മാർക്ക് സെഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനിയും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ഇനിയുമുണ്ട്. നെക്സ്റ്റ് ഒരു 3 to 4 മാർക്ക് സെഷനിൽ നിങ്ങൾക്ക് യൂഷ്വലി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ് വൈ ഡു പീപ്പിൾ ജോയിൻ ഗ്രൂപ്പ്. പിന്നെ സോഴ്സ് ഓഫ് സ്ട്രെസ് എന്താണ്, നമ്മളുടെ ലൈഫ് ഇവൻസും ഹാസേഴ്സ്, പിന്നെ ട്രോമാറ്റിക് ഇവൻസ്, ഇതൊക്കെയാണ് നമുക്ക് സോഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ABC കമ്പോണൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്. 1 മാർക്ക് സെഷനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഫാക്ടേഴ്സ് ഹെൽപ്പ് ടു പ്രിവെൻറ്റ് സൂയിസൈഡ്. പിന്നെ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം, ഇതുണ്ട്. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം എന്ന് പറയുന്നത് ഒരു ബേസിക്കലി ഒരു 3 to 4 മാർക്ക് സെഷനിൽ യൂഷ്വലി ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, എല്ലാ വർഷവും ചോദിക്കുന്നത്. സോ നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, അത് ആരാണ് കണ്ടുപിടിച്ചത് എന്നുണ്ട്. അതേപോലെ തന്നെ ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ, ഇതെന്തൊക്കെയാണ് എന്നുള്ളത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് സെൽഫ് റിപ്പോർട്ട് മെത്തേഡ്സ്, അതിൽ ക്വസ്റ്റ്യനെയർ ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. സെൽഫ് റിപ്പോർട്ട് മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ബൈ ആരോൺ ബെക്ക്. ഇയാൾ കണ്ടുപിടിച്ചിട്ടുള്ള കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. നെക്സ്റ്റ് ആൻസൈറ്റി ഡിസോർഡേഴ്സ്, എന്തൊക്കെയുണ്ട്, കുറേ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ നമുക്ക്. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, അങ്ങനത്തെ കുറേ ഉണ്ട്. സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ, ഇതൊക്കെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് കുറച്ച് എസ്സേ ആണ്. എസ്സേ നമുക്ക് എപ്പോഴും അറിയാവുന്ന കുറച്ച് എസ്സേ നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് സ്ക്രീസോഫീനിയയുടെ പോസിറ്റീവ് സിംറ്റംസ്, നെഗറ്റീവ് സിംറ്റംസ്, അതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ അത് എസ്സേക്ക് ചോദിച്ചില്ല എന്നെങ്കിൽ പോലും 4 മാർക്ക് സെഷനിലൊക്കെ അത് ചോദിക്കാറുണ്ട് യൂഷ്വലി. നെക്സ്റ്റ് നമുക്ക് എപ്പോഴും ഫസ്റ്റ് ടേമിൽ എപ്പോഴും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ആണ്. ദാറ്റ് ഈസ് ഗാർഡനറിൻ്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അതെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ബിക്കോസ് ഫസ്റ്റ് ടേമിൽ തന്നെ നമുക്ക് എസ്സേ ആയിട്ട് ചോദിക്കുന്നത് തന്നെ അതാണ്. സോ അതെന്തായാലും നോക്കി വയ്ക്കുക. അതിപ്പം അതേപോലെ തന്നെ എസ്സേക്ക് ചോദിച്ചില്ലെങ്കിൽ പോലും 1 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. ഏത് സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ എസ്സേ എന്ന് പറയുന്നത്. പിന്നെ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്ട്രാറ്റജീസ് ടു കോപ്പ് വിത്ത് സ്ട്രെസ്, പിന്നെ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ, പിന്നെ മെൻഷൻ 3 സൊമാറ്റിക് സിംറ്റം റിലേറ്റഡ് ഡിസോർഡേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, നെഗറ്റീവ് സിംറ്റം ഓഫ് സ്ക്രീസോഫീനിയ, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആൻഡ് സിംറ്റംസ്, 2 ഡയമെൻഷൻ ഓഫ് പേഴ്സണാലിറ്റി ഐസെങ്കിൻ്റെ, പിന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതൊക്കെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ എസ്സേക്ക് ചോദിക്കാൻ വരെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് അത് കുറച്ച് വലുതാണ്. നെക്സ്റ്റ് ബിഹേവിയറൽ തെറാപ്പി എന്താണ്, ബിഹേവിയറൽ തെറാപ്പിയുടെ ടെക്നിക്സ് എന്താണ്, പോസിറ്റീവ് സിംറ്റം, ഇതൊക്കെ റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈഗോ ഡിഫെൻസ് മെക്കാനിസം, ഇൻ്റലക്ച്വൽ ഗിഫ്റ്റഡ്നെസ്, ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടല്ലോ. പിന്നെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, പിന്നെ ഫോബിയാസ് ആൻഡ് ടൈപ്സ്, PASS മോഡൽ, റാഷണൽ ഇമോട്ടീവ് തെറാപ്പി, ബെക്കിൻ്റെ കൊഗ്നിറ്റീവ് തെറാപ്പി,
നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു എബോവ് 40 നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് വാങ്ങാൻ പറ്റും. കാരണം ഇത് ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും വരുന്നത് തന്നെ. പിന്നെ നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എല്ലാം പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും പബ്ലിക്കിന് റിപ്പീറ്റഡ്ലി വരാറുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷനായിട്ട് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ബാക്കി നിങ്ങൾ തന്നെ തനിയെ പഠിച്ച് പോവേണ്ട കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ റീഡൊക്കെ ചെയ്ത് വെക്കുക, ടെക്സ്റ്റൊക്കെ വായിക്കുക. 1 മാർക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാം പറയുക, എൻ്റെ അടുത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.